ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാനിന്ന് 8ാമത് നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. എത്ര പെട്ടെന്നാണ് നോമ്പ് പെട്ടെന്നാണ് കടന്നു പോകുന്നത് അല്ലേ. ഓരോ ദിവസവും പെട്ടെന്നാണ് നോമ്പ് പോകുന്നത്. ഇത്രയും ദിവസമായെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും പാലൊക്കെ എടുത്ത് വെച്ച് മക്കളെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് മക്കൾ നല്ല ഉഷാറായിട്ടാണ് എഴുന്നേറ്റത്, മാഷാ അല്ലാ. ഇന്ന് ഉറക്കമൊന്നുമില്ല കേട്ടോ. എല്ലാം പെട്ടെന്ന് എല്ലാവരും കഴിച്ചു നല്ല അക്കുവിനെ കാണിക്കാൻ വേണ്ടി കണ്ണൊക്കെ തുറന്നു വെച്ച് ആക്ടിങ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പൂച്ചക്കുട്ടികൾ കൂടെ ഞങ്ങൾ അത്താഴം കഴിക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പം പിങ്കി ആണെങ്കിൽ അമ്മൂൻ്റെ കയറിക്കിരുന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി സുബഹിയൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങും. ഞങ്ങൾ ഉറങ്ങാൻ പോയപ്പോൾ ജോലി അവിടെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഒരുപാട് ജോലിയായിരുന്നു. ഇന്ന് ഷോപ്പിൽ പോയില്ല കേട്ടോ. ഇന്ന് തൂക്കലും തുടയ്ക്കലും ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര ജോലിയായിരുന്നു, ഒരുപാട് ജോലി. അതൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ഒരു തിരിയൊക്കെ കത്തിച്ച് ഊതൊക്കെ പുകച്ച് വെച്ചു. പിന്നെ അതിനുശേഷം സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾ രണ്ടും കൂടെ ലുഹർ നിസ്കരിക്കുകയാണ് കേട്ടോ. ഇത് പള്ളിയിൽ പോയില്ല, കാരണം ഇവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഇവർക്കും സമയം കിട്ടിയില്ല. ഇവരാണെങ്കിൽ ഞങ്ങൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. 2 മണി ആയപ്പോഴാണ് സമയം ഇത്രയായെന്ന് അറിഞ്ഞത്. പിന്നെ അതിനുശേഷം കിച്ചു പറഞ്ഞു, ഉമ്മി നമുക്കിന്ന് ഇടിയപ്പം ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കിച്ചു ഇടിയപ്പം ഉണ്ടാക്കാൻ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞടാ എനിക്ക് ജോലി ഒരുപാടുണ്ട്, സമയമില്ല, പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഉമ്മി ഇതൊരു ഹെൽപ്പും ചെയ്യേണ്ട, ഞങ്ങൾ ഉമ്മയ്ക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മൊത്തം അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം മാവ് ഒട്ടിച്ച് വെച്ചേക്കുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മിക്ക് അത് കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് തന്നാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ നിസ്കരിച്ചിട്ട് ഖുർആനൊക്കെ ഓതാമെന്ന് വിചാരിച്ച് ഞാനിവിടെ പോയി ഇരുന്നിട്ട് വന്നപ്പോഴത്തേന് ഇവർ ഇടിയപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞപ്പോൾ എന്നെ കാണിച്ച് തരിക കണ്ടോ, ഉമ്മി ഞങ്ങളെ കളിയാക്കിയത് കണ്ടോ, ഞങ്ങൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചല്ലോ എന്ന് പറഞ്ഞ് കിച്ച് കളിയാക്കുവാണ്. പക്ഷെ ഞാൻ പിന്നീട് പോയി നോക്കിയപ്പോൾ കിച്ചു പാത്രം എല്ലാം കഴുകി വെക്കുന്നു. കാരണം കിച്ചു അഴുക്കാക്കിയ പാത്രങ്ങളെല്ലാം കിച്ചു കഴുകി വൃത്തിയാക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടില്ലായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴേ എന്നെ കണ്ടത്. അപ്പോൾ ഒരു നാണക്കേടായിപ്പോയി. അങ്ങനെ ടാങ്കെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കേട്ടോ. എല്ലാം വൃത്തിയാക്കി, പാവമാണ്, എല്ലാം ചെയ്തു തരും എൻ്റെ മക്കൾ കേട്ടോ. അങ്ങനെ പിന്നെ ചിക്കൻ കറിയും ചായയും പാലും എല്ലാം കാച്ചാൻ വെച്ചു. ചായയൊക്കെ തിളച്ച് വന്നു. പിന്നെ ഞാൻ ഇച്ചിരി കസകസ ഉണ്ടല്ലോ അതെടുത്ത് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചത്, കാരണം മക്കൾക്ക് കൊടുക്കുമ്പോൾ ശരീരത്തിൽ നല്ലൊരു തണുപ്പ് കിട്ടുമല്ലോ അതിന് വേണ്ടി. അങ്ങനെ ഇന്ന് ഞാൻ സ്നാക്സ് വാങ്ങിക്കാനൊന്നും പോയില്ല കേട്ടോ. അത് ഒരുപാട് ജോലിയുള്ളത് കാരണം ഇന്ന് കിച്ചു ഇവിടെ അടുത്തൊരു കടയിൽ പോയി കിച്ചുവാണ് പോയി മേടിക്കാൻ പോകുന്നത് കേട്ടോ. കിച്ചു അപ്പോൾ എൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് കിച്ചു പോവുകയാണ്. കിച്ചു പോയി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായപ്പോൾ ഒരു കൂട്ടർക്ക് മുട്ടക്കറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇനി നാളെ മേടിക്കണം, ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ജ്യൂസൊക്കെ അടിച്ചപ്പോൾ ജ്യൂസിനകത്തോട്ട് ഈ കസകസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ സമയം നോക്കിയപ്പോൾ 6 മണിയായി. പിന്നെ വിചാരിച്ചു കഞ്ഞിയൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഞ്ഞിയൊക്കെ ഒഴിച്ച് വെച്ചു. കിച്ചു റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. കിച്ചു ഇടിയപ്പം ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കിടക്കട്ടെ, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, കഷ്ടം എനിക്ക് ഇത്രയൊക്കെ ജോലി ചെയ്ത് തന്നില്ല. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ ഒരു ഹെൽപ്പും ചെയ്തില്ല, എനിക്ക് ഫുള്ളും തന്നെത്താൻ ഉണ്ടാക്കി തന്നെ. അപ്പോൾ കിച്ചു മേടിച്ചിട്ട് വന്ന സ്നാക്സ് ഉഴുന്നുവടയും ഈ കാബജിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കി, പിന്നെ അങ്ങനെ മയോണൈസൊക്കെ ഉണ്ടാക്കി, ജ്യൂസൊക്കെ ഒഴിച്ച് വെച്ചു. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഒഴിച്ചൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ തന്നെ അങ്ങ് ടേബിളിൽ കൊണ്ട് വെക്കുമായിരുന്നു കേട്ടോ. മക്കളൊക്കെ ഓരോരോ ഡ്യൂട്ടിക്ക് പോയത് കാരണം പിന്നെ ഞാൻ തന്നെത്താൻ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുപോയി നിരത്തി വെച്ചു. അപ്പം അക്കൂട്ടൻ ഇരുന്ന് താളം തട്ടുന്നു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, ഇരുന്ന് ദുആ ചെയ്യാൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് ദുആ ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ആ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ ദുആ ചെയ്ത് അള്ളാഹ് പെട്ടെന്ന് സ്വീകരിക്കുമെന്നല്ലേ പറയുന്നത്. കാരണം ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞു എല്ലാവരോടും ഇരുന്ന് ദുആ ചെയ്യാൻ. അപ്പോൾ ഇത് ഫാദി ലേറ്റായിയാണ് വന്നത്. ഫാദി വരത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് ഇവൻ വീഡിയോ ഇല്ലായിരുന്നു, മിസ്സായിപ്പോയി. അതിനുശേഷം പിന്നെ അവൻ നമസ്കരിക്കുന്ന വീഡിയോ ഒക്കെ ഉമ്മാരെടുത്തതാണ് കേട്ടോ. അവൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അക്കുവിൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് നോക്കുവാണ്, ഞാൻ വെച്ചാൽ എങ്ങനെയുണ്ട്, കൊള്ളാവോ, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ വന്ന് എല്ലാം നോക്കുകയാണ്. ഇവിടെ പിള്ളേരുമായിട്ട് ഇവിടെ നിന്ന് രസമായിരുന്നു കേട്ടോ. ഇന്ന് നല്ല രസമായിരുന്നു. പിന്നെ അതിനുശേഷം പോവാന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരിക്കും, ഞങ്ങളോട് കഥയൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞേ പോകത്തുള്ളവന്. പിന്നെ അവൻ പോയതിനു ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഇടിയപ്പം കഴിച്ചു. അവൻ കഴിച്ചില്ല, കാരണം അവൻ ഇന്ന് മന്തി കഴിക്കാൻ അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നത് കാരണം അവൻ കഴിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചു, കാരണം കിച്ചുവിൻ്റെ ഇടിയപ്പം എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ മുട്ടക്കറിയും ചിക്കൻ കറിയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ മക്കൾ ത്രാവി നിസ്കരിക്കാൻ പോവാന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ അമ്മുവിന് ആരോ പള്ളിയിൽ ഹിജാബ് കുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുത്താൻ വേണ്ടി അമ്മു നേരത്തെ പോവുകയാണ്. പിന്നെ കിച്ചുവിനെ താഴെ വെച്ചാണ് കണ്ടത് പോകുന്നത്. പിന്നെ അക്കുട്ടൻ ബക്കറ്റുമായിട്ട് പോകുന്ന പള്ളിയിൽ നിന്ന് നമുക്ക് ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് തരുന്നതാണ് അക്കുട്ടൻ. പിന്നെ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെല്ലടിക്കുന്നു. പോയി നോക്കിയപ്പോൾ എൻ്റെ അക്കുട്ടൻ ഒരു ഗ്ലാസ് ചായയായിട്ട് ഉമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഇച്ചിരി ഡാൻസ് കളി കൂടുതലാണ്. പിന്നെ ഞങ്ങൾക്ക് ഇടിയപ്പവും മുട്ടക്കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ.
അപ്പോൾ അമ്മു ഇന്ന് തന്നെ ഞാൻ ഉറങ്ങാൻ നേരത്തെ എനിക്ക് ബ്ലാങ്കറ്റൊക്കെ പുതച്ച് തരികയാണ് കേട്ടോ. ഞാനിവിടെ കിടക്കുന്നത് അത് കാരണം അമ്മു ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ വയ്യാന്ന് പറഞ്ഞു. അമ്മ ഉറങ്ങി ഉമ്മി കിടന്നോ ഞാൻ പുതച്ച് തരാമെന്ന്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക്